വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പം നമ്മുടെ എക്സാമിന് ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഫസ്റ്റ് വണ്ണാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. സെൻഡർ റിസീവർ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് വരയ്ക്കാൻ പഠിക്കണം. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒരു സെൻറ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. രണ്ടാമത്തേതാണ് അബ്രഹാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി. എന്തുകൊണ്ടാണ് ഇതിന്റെ ആൻസേഴ്സ് ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ ഒരു 7 ചാപ്റ്റേഴ്സിന്റെ സിമ്പിൾ ആയിട്ട് ഒരു 10 മിനിറ്റിൽ താഴെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതായിട്ട് വീഡിയോ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇതിന്റെ എല്ലാം ആൻസേഴ്സ് അടക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് മാത്രം പറയുന്നത് കേട്ടോ. അബ്രഹാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി 5 മാർക്കിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. അതിന്റെ ട്രയാങ്കിൾ വരയ്ക്കണം, ആ നീഡ്സ് എഴുതണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് 14 ചോദിച്ചില്ലെങ്കിലും അതിൽ നിന്ന് ചിലപ്പോൾ സെലക്റ്റീവായിട്ട് ചോദിച്ചിട്ട് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പോൾ അതുകൊണ്ട് 14 പഠിച്ചാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ് 3 ഇമ്പോർട്ടൻസ് മാത്രമേ ഉള്ളൂ. ഗ്രോത്ത് ഇൻ സൈസ്, ഫങ്ഷണൽ ഡിഫറൻഷിയേഷൻ, സ്പെഷ്യലൈസേഷൻ. ഈ 3 ആ ഒരു ഇമ്പോർട്ടൻസ് നിർബന്ധമായിട്ട് പഠിക്കണം. കൺട്രോളിങ്ങിൻ്റെ പ്രോസസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. സെറ്റിംഗ് സ്റ്റാൻഡേർഡ്, മെഷറിംഗ് ആക്ച്വൽ പെർഫോമൻസ്, കമ്പയറിംഗ് ആക്ച്വൽ വിത്ത് സ്റ്റാൻഡേർഡ്, ദെൻ അനലൈസിംഗ് ഡീവിയേഷൻ, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞ ഒരു 5 സ്റ്റെപ്പാണ് 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഏതൊക്കെയാണ്? ഒരു 11 അല്ലെങ്കിൽ ഒരു 10ഓളം വരുന്നുണ്ട്. വെബ് പബ്ലിഷിംഗ്, എംപ്ലോയ്മെന്റ് കോൺട്രാക്ടേഴ്സ്, ക്യാമ്പസ് ഇൻ്റർവ്യൂസ് എന്നൊക്കെ പറഞ്ഞ് കുറേ വരുന്നുണ്ട്. അത് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഒന്ന് ലേണിംഗ് വൈൽ ഡൂയിങ് വർക്കാണ്, മറ്റേതെന്താണ് വേറെ പ്ലേസിലാണ്. അങ്ങനെ ആ ഒരു ഡിഫറൻസ് ഒരു 4-5 മാർക്കിലേക്ക് പഠിച്ചു വെച്ചേക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഡിഫറൻസ് ആണ് ഫോമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷൻ തമ്മിലുള്ള ഡിഫറൻസ്. നിർബന്ധമായിട്ട് പഠിക്കുന്നതാണ്. അതൊപ്പം പഠിക്കുമ്പോൾ തന്നെ ഫോമൽ ഓർഗനൈസേഷൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജും പഠിച്ചിട്ടുണ്ടാവണം. ദെൻ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റീഡ്രസൽ ഏജൻസീസ് ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, റിഡ്രസൽ ഏജൻസീസ് ആയിട്ട് വരുന്നത് ഡിസ്ട്രിക്ട് ഫോറം ഉണ്ട്, സ്റ്റേറ്റ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ, ഏറ്റവും അവസാനം സുപ്രീം കോർട്ട്. അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ദെൻ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ ചൂസിങ് എ ക്യാപിറ്റൽ സ്ട്രക്ചർ. ചാപ്റ്റർ 9 ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായിട്ട് പഠിക്കണം. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത 5 VIP ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട്. അതും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ ഇതുവരെ പഠിച്ചതിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ ഇതെല്ലാം പഠിക്കുക. വെറുതെ എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല. ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയ എന്ന് പഠിച്ചിട്ടേ കാര്യമുള്ളൂ, എന്നാലും നമ്മൾ പാസ്സാവുള്ളൂ. അപ്പോൾ ഇത്തവണ നമുക്ക് എന്തായാലും പാസ്സാകണം. താങ്ക് യു സോ മച്ച്.